അങ്ങേ അഭീഷ്ടമനുസരിച്ച് എന്റെ ഏക മകനായ ഇസഹാക്കിനെ അങ്ങേക്കായി അർപ്പിക്കുന്നു. അങ്ങ് ഈ ബലി സ്വീകരിച്ചാലും അബ്രഹാം, പുത്രന്റെ മേൽ കൈവെക്കരുത്. നിന്റെ അനുസരണം എന്നെ പ്രീതിപ്പെടുത്തിയിരിക്കുന്നു. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. നീ മകനുമൊത്ത് വീട്ടിലേക്ക് പോയിക്കൊള്ളുക. നിന്റെ സന്തതി പരമ്പരകൾ കടൽത്തീരത്തെ മഴത്തരികൾ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും വർദ്ധിക്കട്ടെ. യഹോവയെ അങ്ങേക്ക് സ്തോത്രം. മോനെ, എഴുന്നേൽക്ക്. യഹോവ നമ്മുടെ പ്രാർത്ഥന കേട്ടു, നമ്മെ അനുഗ്രഹിക്കും. നമ്മൾക്കിനി വീട്ടിലേക്ക് പോകാം. പിതാവേ, അങ്ങേക്ക് എന്നെ രക്ഷിക്കുവാൻ കഴിയുമോ? എന്നെ ചുറ്റി വലിഞ്ഞിരിക്കുന്നു ഈ ചങ്ങലകളിൽ നിന്നും, എന്റെ കൈകളുടെ ബന്ധനത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കുവാൻ അങ്ങേക്കെങ്കിലും കഴിയുമോ? മകനെ, നീ കാത്തിരിക്കുക. നിന്നെ മോചിപ്പിക്കുവാനായി ഒരു രക്ഷകൻ വരും. നീ മോചിതനാകും. ഞാനതിന് സമ്മതിക്കില്ല. ഇവൻ രക്ഷപ്പെടാതിരിക്കാൻ ഞാനിവനെ പിന്തുടരും. പാപത്തിന്റെ ചങ്ങലപ്പൂട്ടുകളുമായി ഇവൻ അലഞ്ഞു തിരിയുമ്പോൾ ലോകങ്ങളുടെ മായിക വലയങ്ങൾ ഇവന് ചുറ്റും ഞാൻ ഉണ്ടാകും. വീണ്ടും വീണ്ടും പാപത്തിന്റെ പടുകുഴിയിൽ ഇവൻ നിവദിക്കും. മനുഷ്യരാശിക്ക് ഒരിക്കലും എന്നിൽ നിന്നും മോചനമില്ല. മകനെ, നീ പ്രത്യാശ കൈവിടരുത്. എന്റെ സന്തതി പരമ്പരകളിൽ ഒരാൾ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും നിന്നെ കരകയറ്റും. അത് തീർച്ച. എന്റെ ബോധനങ്ങൾ കാലപ്രവാഹത്തിൽ മാറ്റൊരുക്കൊണ്ടിരിക്കുന്നു. രക്ഷയുടെ കിരണങ്ങൾ ഉദിക്കാത്തതെന്താണ്? എന്റെ ചങ്ങലകളുടെ ഭാരം വർദ്ധിക്കുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അതാ കിഴക്ക് വാനമേഘങ്ങളിൽ ഒരു പ്രകാശം തെളിയുന്നുണ്ടല്ലോ. ഒരു ദിവ്യപ്രകാശം ഭൂമിയിലേക്ക് ഒളിച്ചിടുന്നുണ്ടല്ലോ. അത്